സുഹൃത്തുക്കളെ, നൗഷാദ് കക്കാട് ഫ്രം കമ്മ്യൂണിക്കേഷൻ വേൾഡ്. അടിപൊളി ഫോൺ വന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സി A53 5G. ഇത് രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വന്നത്. ഒന്ന് 128GB ഒന്ന് 256GB. അപ്പോൾ കൂടുതൽ വിവരത്തിനായി ഫോൺ എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കാൻ അൺബോക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് വൈറ്റ് കളറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്നത്. സീരിയൽ നമ്പറിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. അടിപൊളി ലുക്കാണ്. നോക്കാം, കുറച്ച് റിച്ച് ലുക്കാക്കിയിട്ട് ഇറക്കിയിട്ട് മുമ്പത്തെ A52 ഇതിൻ്റെ ക്യാമറ കുറച്ചുകൂടി പ്രൊജക്റ്റായിട്ട് വരുന്നു. നല്ല പതിഞ്ഞിട്ട് നല്ല പഞ്ചായിട്ട് വന്നിട്ട് നല്ല രസമുണ്ട്. വൈറ്റ് നല്ല ബ്ലാക്ക് ഡിസൈൻ ക്യാമറയുടെ ഇതിനൊക്കെ ഇറക്കിയിട്ട് നല്ല അട്രാക്ഷൻ, നല്ല ബ്യൂട്ടി ഉണ്ട്. നല്ല അടിപൊളി. ഒരു സൈഡിൽ ക്രോം, ഏറ്റവും വൈറ്റ് കളറാണ് കുറച്ചുകൂടി ബെറ്റർ ബ്ലാക്കിനെ കട്ടി. ഡിസൈനിൽ വൈറ്റാണ് നല്ല. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വരുന്നത് ചാർജറൊന്നും വരുന്നില്ല. നമുക്ക് അറിയാലോ, ജസ്റ്റ് ഒരു കേബിളാണ് വരുന്നത്. ലൈറ്റിങ് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു കാറ്റോട്ട് വേറെ ഒരു സാധനം. ബാക്കി നിങ്ങൾ ഹെഡ്ഫോൺ അഡാപ്റ്ററിനൊക്കെ എക്സ്ട്രാ വേണം. അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ വാങ്ങിയിട്ട് അഡാപ്റ്റർ 45 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. 13 വാട്ട്സിൻ്റെ ചാർജർ, 35 വാട്ട്സിൻ്റെ 25 വാട്ട്സിൻ്റെ അഡാപ്റ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങുന്നത്. ഇതൊക്കെ നിങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിന് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് ഇവിടെ വോളിയം ബട്ടൺസ്, പവർ ബട്ടൺസ്, ഇവിടെ സിം ജാക്ക്, സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കർ, ഒന്ന് ബിൽട്ട് സ്പീക്കർ ഡിസ്പ്ലേയിലുള്ള, ഒന്ന് ഇവിടെ സ്പീക്കർ വരുന്നത്. ടൈപ്പ് സി ചാർജിങ് കണക്ട്. സിമ്മിൻ്റെ കേരിയ നമുക്ക് നോക്കാം. ഒരു ഡുവൽ സിമ്മാണ് ഇവിടെ വരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡുമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ട് സിമ്മായിട്ട് ഉപയോഗിക്കാം. രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഡബിൾ സിമ്മ്, അല്ലെങ്കിൽ 1 സിമ്മ് 1 മെമ്മറി കാർഡ്. അപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിരിക്കുന്നത് 5 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഈ 5 നാനോമീറ്റർ ഈ 8GB റാമും അതേ പെർഫോമൻസ് തന്നെ ഇത് പെർഫോമൻസ് ചെയ്യുന്നത്. അത് 6GB റാമും 128GB 128GB 6GB റാമും 256GB 8GB റാമാണ്. അപ്പോൾ 8GB റാമിലേക്കാണ് ആർക്കെങ്കിലും പോകണമെങ്കിൽ അത് 256GB വാങ്ങിയാൽ മതി. അപ്പോൾ അവർക്ക് 8GB റാം ചെയ്യാം. ഇത് 5 നാനോമീറ്റർ എന്ന് പറയുന്ന ചിപ്സെറ്റിൽ 8GBൻ്റെ റാമിൻ്റെ പെർഫോമൻസ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂപ്പർ നാനോ ടെക്നോളജി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി കൊടുക്കാം. വൈഫൈ കണക്ട്. ഞാനിപ്പോൾ വൈഫൈ കണക്ട് ആക്കുന്നില്ല. ജസ്റ്റ് ഓൺ ആക്കാം. അപ്പോൾ ഇതാണ് ഫോൺ ഓണായിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്ക്. ഇതിൻ്റെ ബോഡി വരുന്നത് തന്നെ 159.6, വെയിറ്റ് വരുന്നത് 189 ഗ്രാമാണ്. 189 ഗ്രാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിൾ സിമ്മ്, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി ഉപയോഗിക്കാം. ഡിസ്പ്ലേ നല്ല സ്മൂത്താണ്. സൂപ്പർ അമൗണ്ട് 120 Hz 800 nitsലാണ് ഡിസ്പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. സൈസ് 6.5 ഇഞ്ച്, 1080 2400 പിക്സൽ 209 റേഷ്യോ. അതുപോലെ ഗ്ലാസിൻ്റെ ക്വാളിറ്റി വരുന്നത് കോറിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത് ആൻഡ്രോയിഡ് 12 1 UI 4.1 Exynos. അതുപോലെ ഇത് 8K വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേ ബാക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്ത 1080 × 2400 പിക്സൽ 20.9 റേഷ്യോ 405 PPI ഡെൻസിറ്റി ഇതിൻ്റെ ഗ്ലാസ് ഡിസ്പ്ലേ അതൊക്കെ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് 4K വീഡിയോ 8K വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റും.
അതുപോലെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 26,900 ഇതിൻ്റെ പ്രൈസ്, നാട്ടിൽ പ്രൈസ് വന്നത് 26,900. വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതുപോലെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാത്തിനും ഞാൻ മറുപടി ഇപ്പോൾ കൊടുക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഓക്കെ, താങ്ക്സ് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയിലേക്ക് പോവാം. ക്യാമറയിലേക്ക് പോകുന്നതാണെങ്കിൽ ഇവിടെ 1, 2, 3, 4 ക്യാമറയാണുള്ളത്. ക്യാമറയിൽ മെയിൻ ക്യാമറ വന്നിരിക്കുന്നത് 64 മെഗാ പിക്സലാണ്. 26 mm വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ക്യാമറ വന്നിരിക്കുന്നത് 12 മെഗാ പിക്സൽ അൾട്രാ വൈഡിലാണ്. നല്ല വൈഡായിട്ടുള്ളത് അൾട്രാ വൈഡായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്യാമറ വന്നിരിക്കുന്നത് 5 മെഗാ പിക്സൽ മാക്രോ ലെൻസ് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ അക്ഷരങ്ങൾക്ക്, ചെറിയ എഴുത്തും ചെറിയ സംഗതിയൊക്കെ, ചെറിയ സ്മോൾ ആയിട്ടുള്ള വളരെ ചെറിയ ലെറ്ററൊക്കെ നിങ്ങൾക്ക് സൂം ചെയ്യാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അതാണ്. പിന്നെ നാലാമത്തെ ക്യാമറ വന്നിരിക്കുന്നത് 5 മെഗാ പിക്സൽ, അത് ഡെപ്ത് ഷോട്ടിന് വേണ്ടിയിട്ടാണ്. സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 32 മെഗാ പിക്സലാണ്. സെൽഫി ക്യാമറ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. അതുപോലെ HDR 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത്. 8K കിട്ടും. ഇതിൻ്റെ എത്ര മാക്സിമം കൊടുക്കാൻ പറ്റും ആ റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ. വൈഫൈനെ കുറിച്ച് പറയുക, വൈഫൈ 802 കണക്ടിവിറ്റിയാണ്. ഡുവൽ ബാൻഡ് വൈഫൈ ഡയറക്റ്റ് ഹോട്ട്സ്പോട്ട് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.1 ബ്ലൂടൂത്ത് ആണ്. A2DP LE എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GPS എല്ലാത്തിനും പോലെ GPS, GLONASS, കാലിയോ, BDS എന്ന് പറഞ്ഞ GPS, NFC ഉണ്ട്. റേഡിയോ ഇല്ല, റേഡിയോ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ USB വന്നിരിക്കുന്നത് Type C 2.0 ആണ്. പിന്നെ ഫിംഗർ പ്രിന്റ്, ഇതിന്റെ ഫിംഗർ പ്രിന്റ് അണ്ടർ ഡിസ്പ്ലേ ആണ്. ഇവിടെ ഫിംഗർ പ്രിന്റ് ഇവിടെ ഓൺ ദി സ്ക്രീനിൽ ഫിംഗർ പ്രിന്റ് ആണ്. അതുപോലെ ബാറ്ററി, ഇതിന്റെ ബാറ്ററി മെയിനായിട്ട് 5000 mAh ബാറ്ററി ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിസ്പ്ലേന്റെ ടെക്നോളജി ഇത്രയും ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വലിയ പ്ലേ ബാക്ക് ഒന്നും ബാറ്ററി വളരെ ലോ ആയിരിക്കും എടുക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് വളരെ കൂടുതലായിരിക്കും. അതാണ് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല അധികം വലിയ ബഡ്ജറ്റും ഇല്ല, നല്ല പെർഫോമൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചെറിയൊരു പ്രിവ്യൂ ആണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഫോണിനെ കുറിച്ച് എല്ലാവരും അത് നല്ല താങ്ക്സ്, എല്ലാം നല്ല അഭിപ്രായം. നിങ്ങൾ ഫോണിനെ കുറിച്ച് നാട്ടിലൊക്കെ ഒരുപാട് ഫോൺ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുത്തേക്ക്. ഞാൻ കണ്ണൂരിലാണെങ്കിൽ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യും. അപ്പോൾ നല്ല പ്രൈസ്. ഇവിടുത്തെ എനിക്ക് ലാഭമൊന്നും എടുക്കില്ല, ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പ്രോഫിറ്റ് എടുക്കുന്നത്, കോസ്റ്റാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് യൂസ്ഡ് എക്സ്ചേഞ്ച് ചെയ്യണം, അതിൻ്റെ പ്രൈസ്, നിങ്ങൾക്ക് സർവീസ് എന്തുണ്ട്, എൻ്റെ ഫോണിൽ കുറിച്ച് എന്തുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നന്ദി, 1000 നന്ദി. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരിക. ഒന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഹലോ ബോയ്, നൗഷാദ് കക്കാട്, കമ്മ്യൂണിക്കേഷൻ വേൾഡ്. താങ്ക്സ്.